നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടാം. കെ വാസുദേവൻ കിൽസ ജുഡീഷ്യൽ മെമ്പർ, അഡ്വക്കേറ്റ് കല്ലട KJ അലക്സാണ്ടർ കിൽസ അഡ്വക്കേറ്റ് മെമ്പർ, ഷീന ലജീഷ് സൈക്കോളജിക്കൽ കൗൺസിലർ. പരാതികളില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ ഇവിടെ എത്തുന്ന പരാതികളെല്ലാം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ വലിയ വലിയ പരാതികളുമായിട്ട് എത്തുന്നവരാണ്. ഇന്ന് പതിവിൽ വിരുദ്ധമായിട്ട് പരാതിക്കാരനാണ് എത്തിയിരിക്കുന്നത്. കുമരകത്ത് നിന്നും ലതീഷ് വന്നിരിക്കുന്നത് ഭാര്യയുടെ പക്കൽ നിന്നും തൻ്റെ കുഞ്ഞിനെ വിട്ടുകിട്ടണം എന്ന ആവശ്യമായിട്ടാണ്. നമുക്ക് ലതീഷിനെ വിളിക്കാം. വരൂ ലതീഷ്. ലതീഷ്, ഇപ്പൊ താമസിക്കുന്നത് കുമരകത്താണോ? കുമരകത്താ. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടിൽ അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്, പിന്നെ അമ്മയും ചേട്ടനും ചേട്ടത്തിയും പിള്ളേരും ഉണ്ട്. നാളെ 4 പേരാ, 2 ആണും 2 പെണ്ണും. 2 പെണ്ണും. പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് അയച്ചു പുറത്ത് നിങ്ങൾ ബ്രദേഴ്സ് ഒരേ വീട്ടിൽ താമസിക്കുന്നു? അല്ല, ഞാൻ വാടകയ്ക്കാ. ഓ, അത് അടുത്ത കുടുംബ വീട്ടിൽ നിന്ന് അടുത്തായിട്ട് തന്നെയാണോ താമസിക്കുന്നത്? അല്ല, കുടുംബ വീട്ടിൽ നിന്ന് പോന്നായിരുന്നു. മാറിയ ഞാൻ ഭാര്യ വീട്ടിലായിരുന്നു താമസിച്ചത്. ഭാര്യ വീട്ടിൽ നടന്ന സ്ഥലവും വരെയൊക്കെ മേടിച്ച് താമസിക്കായിരുന്നു. ഓഹോ, അങ്ങനെ അതിലേക്ക് വരാം. രതീഷ്, എന്താ ജോലി? എനിക്ക് ടൈൽസിന്റെ പണിയാണ്. ടൈൽസിന്റെ പണി. നേരത്തെ ഇൻസ്റ്റാൾമെന്റ് പരിപാടിയായിരുന്നു. അപ്പൊ ആ രീതിയിലാണ് ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കൊണ്ടുവന്നത്. അവരുടെ വീട് എവിടെ? ചങ്ങനാശ്ശേരിക്ക് പോണ വഴി, ഈരെന്ന് പറയും. പിന്നെ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിപ്പോ 9.5 വർഷമായി. 9.5 വർഷമായി. അതിന് മുൻപ് ആ ഭാഗത്തായിരുന്നു ഇൻസ്റ്റാൾമെന്റ് കച്ചവടം. എനിക്ക് അവിടെയായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ പരിചയപ്പെട്ട ഈ കുട്ടിയെ. അത് കുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പുറകെ നടക്കാനൊന്നും പോയില്ല. അവർ വീട്ടിൽ വന്ന് ആലോചിച്ച് അവിടെ ആൾക്കാരെ കൂട്ടി വേളാന്ന്. അത് കഴിഞ്ഞപ്പം എൻ്റെ അമ്മാവൻ വള്ളത്തെ കയറ്റി. അന്ന് എൻ്റെ അമ്മാവൻ വലയ്ക്ക് പോവുക. അല്ല, അവിടെ എല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ വള്ളത്തെ കയറ്റി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. 12 ആയപ്പോൾ നിലവിളക്ക് കൊടുത്ത് അകത്ത് കയറ്റിയതാ വൈകിട്ട്. അപ്പം കയറി വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടക്കേട് പോലെ വന്നു. വിളിച്ചോണ്ട് വന്നതല്ലേ, ഇഷ്ടക്കേട് പോലെ വന്നു. പറഞ്ഞ് അമ്മ പറഞ്ഞ് ഇന്ന് അങ്ങോട്ട് കിടക്കാതെ കാണിക്കാൻ മാറി കിടന്നോളാൻ പറഞ്ഞു രണ്ടുപേരുടെ. അപ്പോൾ ഞങ്ങൾക്ക് മുറിയും തന്നില്ല, മാറി കിടന്നോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് താഴെ വിരിച്ച് ഞങ്ങൾ താഴെ കിടന്നു. അന്ന് തൊട്ടുള്ള വിഷയമായിരുന്നു അമ്മയായിട്ട് ഇവള്. അമ്മയായിട്ട് ചേരത്തില്ല, ഒരു ദിവസം പോലും ചേരത്തില്ല. അപ്പം അത് കഴിഞ്ഞ് ഒരു 6-7 മാസം അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ വഴക്കായി 2 കാലായി. പിന്നെ വീട്ടിൽ 2 കാലായി. എനിക്ക് അവൾക്കൊന്നും കഴിക്കാൻ മേല, അവിടുന്ന് കഴിക്കത്തില്ല. അത് കഴിഞ്ഞ് ഇവള് പ്രസവിച്ച്, ഫസ്റ്റ് കുട്ടീനെ പ്രസവിച്ചു. അതാ ഞാൻ ഗീര തന്നെയായിരുന്നു. അപ്പം ഇവള് പറഞ്ഞ് തിരിച്ചു പറഞ്ഞെങ്കിൽ എനിക്കൊരു മുറിയില്ലാതെ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. നമുക്കൊരു മുറി വേണം, മുറിയില്ലാതെ വരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ നേരെ ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്ന് ഒരു മുറി, അല്ല കതവും കട്ടിലും എല്ലാം മേടിച്ച് എല്ലാം ശരിയാക്കി ഒരു മുറി പോലെ ഉണ്ടാക്കി. പിന്നെ അവൾക്ക് പോരാ, ഇവിടുന്ന് പോകണം അവൾക്ക്. ഈ സ്ഥലത്ത് നിന്ന് എന്നെ കൊണ്ടുപോകണം, ഈരയ്ക്ക് കൊണ്ടുപോകണം, ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അതിന് കളിച്ച കളിയായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുപോകാനുള്ള താല്പര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ചേട്ടത്തിയോട് പറഞ്ഞു, ചേട്ടാ ഞാൻ അങ്ങോട്ട് മാറുക, ഞാൻ ഇവിടെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച ഇവരുടെ വീട്ടിൽ ഞാൻ പോയി നിന്ന്. വീട്ടിൽ വഴക്കല്ലേ, അപ്പോൾ അമ്മക്ക് പയരെ കരച്ചിലേക്കായിരുന്നു, ഞാൻ പോകുന്നതിന് കരച്ചിലേക്കായിരുന്നു. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഒരാഴ്ച പോയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടി ഇവിടെ നിന്റെ ബന്ധുക്ക് വീട്ടിൽ വന്ന് നിൽക്കുന്ന മോശമാണ്, ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഞാൻ ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ, നമുക്ക് വാടകയ്ക്ക് ഒരു വീട് നോക്കാം, ഏതായാലും ഇവിടെ താമസിച്ച് നിൽക്കാം. വാടക ഞാൻ പിന്നെ ഒരു 3000 രൂപ കൊടുത്ത് ഇവരുടെ വീടിൻ്റെ അവിടുന്ന് 3ാമത്തെ വീട് വാടകയ്ക്ക് വീടെടുത്ത്. അവിടെ ചെന്നപ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി തെറിവിളി ഉണ്ടെന്നേ ഉള്ളൂ, തെറിവിളി കൂടുതലാണ്. ശരി, ഭയങ്കര തെറിവിളിയാണ്. അത് കുറച്ച് നാളിപ്പം കടവും വർദ്ധിക്കാൻ തുടങ്ങി. ഓരോ നിമിഷങ്ങളും കടം കൂടിക്കൂടി വരുന്നതല്ലാതെ. അപ്പം എനിക്ക് പണിയില്ലല്ലോ. അപ്പം ഞാൻ ഈ മീൻ കച്ചവടമായിട്ട് തുടങ്ങി. ഒരു ബൈക്ക് എടുത്ത് ഒരു മീൻ കച്ചവടം തുടങ്ങി. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പോയി പിന്നെ അത് കടം കയറുന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നിർത്തിയേക്കാം, വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഈ ചുമടിൻ്റെ പരിപാടി എടുക്കുന്നുണ്ട്, ഈ സീസണിൽ നെല്ലിൻ്റെ പരിപാടി. അപ്പോൾ അതിന് എന്നെ യൂണിയന് ചേർത്ത് അത് എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ചുമന്ന് പോകുമായിരുന്നു ചുമടിന്. അപ്പോൾ അതിനിടയിൽ കരിങ്കല്ലിൻ്റെ പണിയും എല്ലാ പണിക്കും പോകുന്നുണ്ട്. അപ്പോൾ കടം കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്നാൽ നമുക്ക് അവിടെ നിന്ന് വിറ്റേക്കാം, ഈ വിഷയമായി ഒന്നും വഴക്കും ബഹളമാണല്ലോ, നമുക്ക് ഇവിടെ നിന്ന് വിറ്റേക്കാമെന്ന് പറഞ്ഞു. വിറ്റേച്ച് ഇവരുടെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഇല്ല, അവർ ശകലം അങ്ങോട്ട് മാറി മേടിച്ചു. ഒരു 5 സെൻറ്റ് സ്ഥലവും പെരയും മേടിച്ചുള്ളൂ. മേടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഈ വീട്ടുകാർ പൈസയെല്ലാം കൊടുത്തു, ആധാരമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞിട്ട് 2 മാസം ഞങ്ങൾക്ക് ഒരവധി തരണം, അത് ഞങ്ങൾക്ക് ഷെഡ് വെക്കാൻ താമസം, നമുക്ക് 2 മാസം ഒന്ന് മാറി നിൽക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വാടക ആര് കൊടുക്കും, വാടക നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ 1000 രൂപയ്ക്ക് 2 മാസം ഞങ്ങൾ താമസിച്ച് 2 മാസം താമസിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇവരുടെ അമ്മാവൻ്റെ മകൻ ഡെയിലി വീട്ടിൽ വരുമായിരുന്നു. നമ്മൾ താമസം അവിടെ വെച്ചും വരുമായിരുന്നു. ഇവൻ ഡെയിലി വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്ന് അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു, ഇതന്നെ നിൻ്റെ ഭാര്യയില്ല വരുന്നത് എന്നിങ്ങനെ വരേണ്ട കാര്യമില്ല. അപ്പോൾ നാട്ടുകാരനെ പറഞ്ഞു, എടാ ഒരു ബൈക്കുകാരൻ ഡെയിലി വരുന്നുണ്ടല്ലോ, ആരാ ചോദിച്ചു എന്നോട്.